കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. ഇതിൽ കൂടുതൽ അപ്പീൽ കുടുംബത്തിന്റെ അപ്പീൽ പോകുമെന്നുള്ള ആ ഒരു നിലപാടിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമെന്നാണ് പറയുന്നത്. നിഖിൽ ആണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഒരു കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഏത് രീതിയിലാണ്? DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും എല്ലാം പറഞ്ഞതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതാണ്. അവരിപ്പോൾ പറയുന്നത് മഞ്ജുഷ, അദ്ദേഹത്തിന് നവീൻ ബാബുവിന്റെ ഭാര്യ ഏതായാലും ഉന്നത കോടതികളെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണ പിന്തുണ, നിയമപരമായും രാഷ്ട്രീയപരമായുമുള്ള എല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോഴും കോൺഗ്രസ് ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ആരോപണം CPIMന്റെ സ്വാധീനം ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം PP ദിവ്യക്കെതിരായ ആരോപണങ്ങളിൽ നിന്നൊന്നും തന്നെ കോൺഗ്രസ് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഈ കോടതി വിധി അന്തിമമല്ല. അതിന് ഏത് തരത്തിൽ നിയമപരമായി മുന്നോട്ട് കുടുംബം പോകാൻ തീരുമാനിച്ചാലും അതിനെല്ലാം തന്നെ പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനം ഉള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PP ദിവ്യയെയും ഒപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയും സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കോടതി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇപ്പോഴുള്ള അന്വേഷണ സംഘം, അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും ഒപ്പം തന്നെ കണ്ണൂർ ACPയും കണ്ണൂർ ടൗൺ CIയും എല്ലാം അടങ്ങുന്ന ആ അന്വേഷണ സംഘം അവർ നടത്തുന്ന അന്വേഷണം അതുപോലെ തന്നെ തുടരട്ടെ എന്ന് കോടതി പറയുമ്പോൾ ഇതുവരെ ഈ അന്വേഷണ സംഘം നടത്തിയ കാര്യങ്ങളിൽ കോടതിയെ അതൃപ്തി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഈ നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരുന്ന കാര്യം ഈ കോൾ റെക്കോർഡുകൾ ശേഖരിക്കുന്നതിലും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റി. യഥാർത്ഥ സമയത്ത് കൃത്യമായ സമയത്ത് പോലീസ് അത് ശേഖരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആരോപണം കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ കണ്ണൂർ കോടതിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ അന്വേഷണ സംഘം കൃത്യമായി ഈ കോൾ റെക്കോർഡുകൾ, അതായത് PP ദിവ്യ, കണ്ണൂർ ജില്ലാ കലക്ടർ, ഒപ്പം തന്നെ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ, ഇവരുടെ 3 പേരുടെയും ലഭ്യമായ ഫോൺ നമ്പറുകളുടെ എല്ലാം തന്നെ കോൾ റെക്കോർഡുകൾ കൃത്യമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ശേഖരിച്ചു വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റൊരു ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ പോലും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് കൃത്യമായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കുടുംബം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിഗണിച്ച് തന്നെയാണ് അന്വേഷണം ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് തന്നെയാണ് കോടതിക്ക് മുന്നിൽ അവർ പറഞ്ഞിരിക്കുന്നതും. അത് ഇപ്പോൾ ഹൈക്കോടതിയും അംഗീകരിക്കുന്നു ഒരു പരിധിവരെ എന്ന് വേണം പറയാൻ. പക്ഷേ കോടതി കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരു കാരണവശാലും ഈ കുടുംബം പറയുന്ന അവരുടെ ആശങ്കകൾ, ആ ആശങ്കകൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകരുത് അന്വേഷണം എന്ന് തന്നെയാണ് കോടതിയുടെ ഒരു നിർദ്ദേശം എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാനുമാവും.